പഴങ്ങൾ വാങ്ങാൻ തിരഞ്ഞെടുക്കുമ്പോൾ കുരുവുള്ള നാടൻ പഴങ്ങൾ കഴിയുന്നതും തിരഞ്ഞെടുക്കുക. കുരുവുള്ള പഴങ്ങൾക്കാണ് ജീവശക്തി അഥവാ ഊർജം കൂടുതലുള്ളത്. തീരെ കുരുവില്ലാത്ത അങ്ങേയറ്റത്തെ ഹൈബ്രിഡ് പഴങ്ങൾ കഴിക്കുമ്പോൾ നമുക്കും കുരുവുണ്ടാവില്ല. അതായത് നമുക്ക് കുട്ടികളുണ്ടാവില്ല. ആ ഹൈബ്രിഡ് പഴങ്ങൾക്ക് തന്നെ കുട്ടികളുണ്ടാക്കാനുള്ള കഴിവില്ലെങ്കിൽ പിന്നെ അത് കഴിക്കുന്ന നമ്മൾക്കും കുട്ടികളുണ്ടാവില്ല. ഹൈബ്രിഡ് പഴങ്ങൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ കറാച്ചി വത്തക്ക, മഞ്ഞ വത്തക്ക, പച്ച നിറത്തിലുള്ള ഗ്രേപ്സ് തുടങ്ങിയവയാണ്. ഇവയിൽ ചിലതിൽ കുരു കുറവായിരിക്കും, മറ്റു ചിലതിൽ കുരുവേ ഉണ്ടാകില്ല. ഇവയ്ക്ക് ജീവശക്തി വളരെ കുറവാണ്. ഒരു പഴം എത്രത്തോളം ഹൈബ്രിഡ് ആകുന്നുവോ അത്രത്തോളം അതിൻ്റെ ജീവശക്തി കുറയും. വത്തക്ക വാങ്ങുമ്പോൾ വലിയ സൈസിലുള്ള നാടൻ വത്തക്കയാണ് നല്ലത്. ഗ്രേപ്സ് വാങ്ങുമ്പോൾ പച്ച നിറത്തിലുള്ള കുരുവില്ലാത്ത ഗ്രേപ്സ് വാങ്ങരുത്. പകരം കുരുവുള്ള ഏതെങ്കിലും ഇനം ഗ്രേപ്സ് വാങ്ങുക. അതുപോലെ തന്നെ ഓറഞ്ചും മുസമ്പിയും. പിന്നെ മറ്റൊരു കാര്യം, ഓരോ സീസണിലും കിട്ടുന്ന നാടൻ പഴങ്ങളാണ് ആരോഗ്യത്തിന് നല്ലത്. അതായത് സീസണൽ ഫ്രൂട്ട്സ് ആണ് ആരോഗ്യത്തിന് നല്ലത്. നാടൻ പഴങ്ങൾ ഓരോന്നും അതിൻ്റെതായിട്ടുള്ള സീസണിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അവയ്ക്കാണ് ജീവശക്തി കൂടുതലുള്ളത്. അതുപോലെ ഓരോ പ്രദേശത്തും കിട്ടുന്ന പ്രാദേശികമായ പഴങ്ങൾക്കും ഭക്ഷണപദാർത്ഥങ്ങൾക്കുമാണ് ജീവശക്തി കൂടുതലുള്ളത്. ഇന്ത്യയിൽ ജീവിക്കുന്നവർ ഇന്ത്യയിൽ ഉത്ഭവിക്കുന്ന പഴങ്ങളും ഭക്ഷണപദാർത്ഥങ്ങളും കൂടുതൽ കഴിക്കുന്നതാണ് നല്ലത്. ഒരു പ്രദേശത്ത് ജീവിക്കുന്നവർക്ക് ആ പ്രദേശത്ത് ഉത്ഭവിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുവാനുള്ള ശരീരഘടനയാണ് ഉണ്ടാവുക. വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്ത പഴങ്ങൾ കഴിക്കുന്നത് അത്ര നല്ലതല്ല. മാത്രമല്ല ഇറക്കുമതി ചെയ്ത പഴങ്ങളിൽ അത്രയും ദൂരം കയറ്റി കൊണ്ടുവരുമ്പോൾ കേടുകൂടാതിരിക്കാൻ വേണ്ടി ഒരുപാട് കെമിക്കൽസ്, പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നുണ്ട്. അവ ആരോഗ്യത്തിന് ഹാനികരമാണ്. പിന്നെ ഞാൻ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ആരോഗ്യമുള്ളവർക്ക് ബാധകമല്ല. ആരോഗ്യമുള്ളവർക്ക് ഏത് പഴവും കഴിക്കാം. അവർക്കത് അത്ര ദോഷം ചെയ്യുകയില്ല. ആരോഗ്യം കുറഞ്ഞവർക്കാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്.